നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിങ്ങൾ പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങൾ പങ്കുവെക്കുവാനും ചോദിക്കുവാനുമൊക്കെ അവസരമൊരുക്കിക്കൊണ്ട് ജാഗ്രത ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും നമുക്ക് വന്ന കുറച്ച് കമന്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ സംശയങ്ങളായിരുന്നു അത്. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO സി ശ്യാം നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. സർ, നമസ്കാരം. അപ്പോൾ നമ്മൾ മുമ്പ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നും നമുക്ക് ഒരുപാട് കമന്റുകൾ ആളുകൾ സംശയമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പൊ ഇന്ന് നമുക്ക് അവർക്കുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു മേഖലയിൽ മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഏജന്റ് എന്ന് പറയുന്നത്, ഒരു ഇടനിലക്കാര്. അപ്പോൾ അത് നിയമപരമാണോ അതോ ലീഗൽ അല്ലാതെയാണോ? എങ്ങനെയാണ് ഈ ഏജന്റുമാരുടെ ഒരു റോള് ഈ മോട്ടോർ വാഹന വകുപ്പിൽ വരുന്നത്? മോട്ടോർ വാഹന നിയമം കേന്ദ്ര നിയമമാണ്. ഇപ്പോൾ അതിനകത്ത് വരുന്ന ഫോമുകളെല്ലാം തന്നെ നേരത്തെ മുതലേ ഇംഗ്ലീഷിലുള്ള ഫോമുകളും കാര്യങ്ങളുമാണ്. പിന്നെ അതിൻ്റെ പല പ്രൊസീജിയറും പബ്ലിക് അത്ര ഫ്രണ്ട്ലി അല്ല. അത് അല്പം കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ മുൻകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് ഫോമുകൾ പൂരിപ്പിക്കുന്ന കാര്യമായാലും എന്ത് തന്നെ ആയാലും ഇംഗ്ലീഷിലുള്ള ഫോമുകളാണ്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് ഒരാളിൻ്റെ സഹായം പബ്ലിക്കിന് വേണ്ടി വന്നിരുന്നു. ആ സഹായിക്കാനായിട്ട് വന്ന വ്യക്തികളാണ് പിൽക്കാലത്ത് ഏജന്റുമാരായിട്ട് പരിണമിച്ചത്. നിയമപരമായി അത് അവരുടെ സഹായം ഇല്ലാതെ ഏതൊരു പബ്ലിക്കിനും ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സംബന്ധിച്ചോളം അത് വളരെ സുതാര്യമായ സംവിധാനങ്ങളാണ്. ഇവൻ RTO ഓഫീസിൽ പോകാതെ തന്നെ അവർക്ക് എല്ലാ സേവനങ്ങളും, ഒരു 95% സേവനങ്ങൾ RTO ഓഫീസിൽ പോകാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിലവിൽ സംവിധാനം ഉണ്ടായിരിക്കുന്നത്. അക്ഷയ കേന്ദ്രം വഴിയും അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് അവർക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ഏജന്റുമാർ ഉണ്ടാകാനുള്ള സാഹചര്യം ഇങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിയമപരമല്ല. നിയമപരമായിട്ട് അങ്ങനെ ഒരു ഏജന്റ് എന്നുള്ളൊരു വിഭാഗം മോട്ടോർ വാഹന വകുപ്പിൻ്റെതായിട്ട് ഇല്ല. ഇത്തരത്തില് ഈ ജനങ്ങളെ സഹായിക്കുവാനാണ് ഈ ഇടനിലക്കാര്, ഇതുപോലെയുള്ള ഏജന്റുമാര് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഈ പല അവസരത്തിലും ഇവരുടെ ഈ റോൾ ഇവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവർ ഇതിനകത്ത് ഇടപെടുമ്പോഴത്തേക്ക് അവർ പറയുന്നതാണ് സ്വാഭാവികമായിട്ടും പബ്ലിക് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിലാണ് പുതിയ സംവിധാനം, ഓൺലൈൻ സംവിധാനം വരുമ്പോൾ പബ്ലിക്കിന് നേരിട്ട് തന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കുറച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ, CSC തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഇതൊക്കെ വഴി നമുക്ക് നേരിട്ട് തന്നെ ഓഫീസിൽ പോകാതെ തന്നെ ഇപ്പോൾ എല്ലാ സർവീസുകളും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗതാഗത മന്ത്രി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒരു RTO ഏജന്റുമാരെ ഇനി RTO ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു കർശനമായിട്ടുള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിരുന്നല്ലോ ഈയിടെ. നിലവിലും അങ്ങനെ ഒരു നിയമമുണ്ട്. ഓഫീസിനകത്ത്, അതായത് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ടൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന കൗണ്ടറുകളിൽ ഇത്ര മണി വരെ, 1:15 മണി വരെയാണ് നമുക്ക് ഓഫീസ് കൗണ്ടർ സംവിധാനങ്ങളുള്ളത്. ആ സമയത്ത് വേണ്ടി അവർക്ക് ആ കൗണ്ടറിൽ സമീപിക്കാം. അകത്തേക്ക് നിലവിലും പ്രവേശനം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്.